ഫ്ലാഷ് ബാക്ക്. 5th പൊസിഷൻ പോകുന്നത് ടീന ചേച്ചി ആൻഡ് ശൈത്യ. ഇത് നമ്മുടെ രശ്മിയിലളിയാ. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കണം. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഈ രമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. വേണ്ടെന്ന് മൊമെന്റ് വേണ്ട. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അത് മോശമായി പോയി. ഓക്കെ, എവിടുന്ന് വന്നണ്ട് ഈ പന്നി? മൊമെന്റ് വേണ്ട. വേണ്ടച്ചോ, ആരുടെ ഔദാര്യം വേണ്ട. എന്താ ലക്ഷ്മി, എന്താണിത്? ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട് വേണം. അതാണ് എന്നെ പഠിപ്പിച്ചെന്ന്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ചാൻസ്, ടൈം, മോമെന്റ്, എന്താ പറയാ, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല. ആ ഒരു ബഹുമാനം വേണ്ടേ? പ്ലീസ് ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. താങ്ക് യു. ഇന്നിവിടെ അവര് 5th പൊസിഷൻ തന്നപ്പോ അവര് ഷോ ക്വിറ്റ് ചെയ്യാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അമ്മയോട് ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഞങ്ങൾ തമ്മിൽ അവിടെ സംസാരിച്ചില്ല, ജസ്റ്റ് ഒരു നോട്ടം. ആ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായി. പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നോട്ടം നോക്കിയതേ ഉള്ളൂ. പൊസിഷൻ അനൗൺസ് ചെയ്യുകയും ഞങ്ങൾ രണ്ടും ഷോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഷോക്കായി പോയി. അതെനിക്ക് ഇഷ്ടമില്ല. അന്ന് രാത്രി ഞാൻ സ്ഥലം വിട്ടു. ഞാൻ തെറ്റാണോ? തെറ്റാണോ? കാര്യം ഇത്രയും നാളും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് തരുന്നതോ വെറും 1200 ഉലുവ. നമുക്കത് തീർത്ത് വലിക്കാൻ തകയോ? അതൊക്കെ വെറുതെ. 3 ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് 6.5 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. നിനക്കെന്നെ അറിഞ്ഞൂടാ. 3 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു 6.5 ലക്ഷം. ചിലപ്പോ എനിക്കായിരിക്കും കുറവ്, മറ്റുള്ള അമ്മമാർക്ക് അതിലും കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെയുള്ള കുറെ വിഡ്ഢികളാണ് ഞങ്ങൾ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പകല് മുഴുവൻ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് രാത്രി ഭയങ്കര ക്ഷീണമാണ്. ഞാൻ ചെന്ന് കിടക്കട്ടെ.